കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കരാർ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും നിലവിൽ അതല്ല സ്ഥിതി. കരാറിന് അടുത്തെത്തിയത് അമേരിക്ക വാദിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയുകയാണ് ഇറാൻ. അങ്ങനെ ഇരുഭാഗവും വിപരീത അഭിപ്രായ പ്രകടനം നടത്തുന്നത് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടാൻ പോകുന്നു എന്ന് അമേരിക്ക സൂചന നൽകിയതിന് പിന്നാലെ ആഗോള എണ്ണവിലയിലും അത് പ്രതിഫലിച്ചിരുന്നു. ക്രൂഡ് ഓയിലിന്റെ വില കുറയാനും അത് കാരണമായിരുന്നു. US വിദേശകാര്യമന്ത്രിയായ മാർക്കോ റൂബിയോയുടെ പ്രതികരണമായിരുന്നു അതിന് വഴിവെച്ചത്. ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ റൂബിയോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉടൻ തന്നെ ഒരു കരാറിലെത്തിച്ചേരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നതായി പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും പറയാറായിട്ടില്ല എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്നാണ് ഇറാൻ നൽകുന്ന സൂചന. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായിയും ഉടനടി ഒത്തുതീർപ്പുണ്ടാകുമെന്ന പ്രതീക്ഷകളെ തള്ളിക്കളഞ്ഞിരുന്നു. പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും പരിഹരിച്ചതായി അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും അന്തിമ കരാർ ഒപ്പിടുന്നതിനോട് അടുത്താണ് കാര്യങ്ങൾ എന്നാർക്കും ആത്മവിശ്വാസത്തോടെ അവകാശപ്പെടാൻ കഴിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. മാത്രമല്ല, ലോകത്തിലെ എണ്ണവാതക കയറ്റുമതിയുടെ വലിയൊരു പങ്ക് കടന്നുപോകുന്ന സുപ്രധാന എണ്ണ ഷിപ്പിംഗ് റൂട്ടായ ഹോർമുസ് കടലിടുക്കിലെ സമുദ്ര ഗതാഗതം ഇറാൻ തുടർന്നും നിയന്ത്രിക്കുമെന്നും ബഗായ് വ്യക്തമാക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക്, പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടൽ എന്നിവിടങ്ങളിൽ നാവിഗേഷൻ സഹായം, പരിസ്ഥിതി സംരക്ഷണം, സുരക്ഷാ നടപടികൾ എന്നിവ ഇറാൻ നൽകുന്നുണ്ടെന്ന് വാദിച്ച അദ്ദേഹം ഈ പാത ഉപയോഗിക്കുന്ന കപ്പലുകളിൽ നിന്ന് സേവന ഫീസ് ഈടാക്കുന്നത് തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്.